ഇനി നമുക്കൊരു ടസിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ടസിൽ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളത് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ കുറേ ചുറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് കാർഡ് ബോർഡിൽ വെച്ച് ചുറ്റാലും മതി കേട്ടോ. നമ്മുടെ ആങ്കർ ത്രെഡ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ആങ്കർ ത്രെഡ് കുറവായിരുന്നു. ഞാൻ ഇത് ഏറ്റവും ഭംഗി നമ്മുടെ ഈ സിൽക്ക് ത്രെഡാണ് കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഭംഗി, പക്ഷേ മറ്റേതാണ് പെട്ടെന്ന് തീരും. ഇത് തിന്നായിട്ടുള്ളതല്ലേ, മറ്റേ തിക്കായിട്ടുള്ളതല്ലേ. അതുപോലെ കുറേ ചെയ്തതിന് ശേഷം നമുക്ക് നീണ്ട് ഊരിയെടുക്കാം. എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ രണ്ടായിട്ട് ഇങ്ങനെ മടക്കണം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാനുള്ളതാണ്. ഇതുപോലെ നമ്മളൊന്ന് വരച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. ഇവിടെ ഫിക്സ് ചെയ്യാം. ഇത്തി കോർക്കുന്ന ത്രെഡ് നിങ്ങൾ ഗ്രീൻ ഇട്ടോട്ടോ, അപ്പോൾ അതിനൊരു ഭംഗി വരുള്ളൂ. എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നുള്ളൂ, ഞാൻ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ അറ്റം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് നല്ല തിക്കായിട്ട് ചെയ്യണം കേട്ടോ, എങ്കിലും ഭംഗിയുള്ളൂ. എന്നിട്ട് നമ്മളിതൊന്നിങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചീർപ്പ് വെച്ചൊന്നിങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കണം. അടി താഴേക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ടസിൽസ് നമ്മളിവിടെ ഗ്രീൻ കൊടുക്കണം കേട്ടോ, എങ്കിലും അത് ഭംഗിയുള്ളൂ. ഇവിടെ നല്ല ഭംഗിക്ക് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടോ, അതങ്ങനെ കയറരുത് കേട്ടോ. നല്ല സാറ്റിൻ പോലെ, സാറ്റിൻ കൊടുക്കില്ലേ അതുപോലെ ഇങ്ങനെ കൊടുക്കണം, ഗ്രീൻ കൊടുക്കണം കേട്ടോ. അപ്പം നല്ല ഭംഗി വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു റണ്ണിങ് ഇങ്ങനെ നീട്ടി കൊടുക്കണം കേട്ടോ. ഒരു റണ്ണിങ് വേണ്ട കൊടുത്തേക്കുന്നുണ്ടോ, ഒരു റണ്ണിങ് ഇങ്ങനെ നീട്ടി കൊടുക്കണം കേട്ടോ. ഓക്കെ.